ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. മോദി അധികാരത്തിൽ വന്നാൽ ഉടൻ നടപ്പാക്കാൻ ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. പക്ഷേ അത് ഒരിക്കലും നടപ്പാക്കാൻ മോദിക്ക് കഴിയില്ല. അതങ്ങ് ഭരണത്ത് വയ്ക്കാനേ പറ്റൂ. പ്രതിപക്ഷം ഒന്നടങ്കം, ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഇതിനെതിരെ ആഞ്ഞടിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നിലവിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രാദേശിക കക്ഷികളെയാണ്. അതുകൊണ്ട് തന്നെ BJP സർക്കാരിനെ താങ്ങി നിർത്തുന്ന TDPയും JDUവും ഈ വാദത്തിന്, ഈ ബില്ലിന് പിന്തുണ നൽകില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. അവർ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. ഇതോടെ അതിനിർണായകമായൊരു ബില്ല് പാസാക്കാനാകാത്ത നാണക്കേടിലാണ് മോദി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് തുടർച്ചയായി BJPക്ക് അധികാരത്തിലേറാനുള്ള കുറുക്ക് വഴിയായിരുന്നു. ഇതിനു വേണ്ടി ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ മോദി നിർബന്ധിതനായി. ഇന്ത്യൻ ഭരണഘടനയൊക്കെയാണ് ചുമ്മാ മാറ്റി എഴുതുന്നത്. അതിനൊക്കെയാണ് മോദി ശ്രമിച്ചത്. ഒരു ഏകാധിപതിയുടെ സർവ്വലക്ഷണങ്ങളും മോദിക്കുണ്ട്. മുമ്പേ ഉണ്ട്, ഇപ്പൊ അത് വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏകാധിപത്യം കളിക്കാൻ പറ്റില്ല. മുമ്പത്തെ പോലെ ദുർബലമായ പ്രതിപക്ഷമല്ല അപ്പുറത്ത് ഇരിക്കുന്നത്. പ്രതിപക്ഷ സഖ്യമാണ്, ഇന്ത്യ സഖ്യമാണ്. ഇന്ത്യ സഖ്യം ശക്തമായ രീതിയിൽ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് ലോക്സഭയിൽ. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലിനെ ശക്തമായി എതിർക്കുന്നു ഇന്ത്യ. അതോടൊപ്പം തന്നെ TDPയും JDUവും ഈ ബില്ലിനെ എതിർക്കുന്നു. അവിടെയാണ് മോദിക്ക് പിഴച്ചുപോയത്. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ രണ്ട് പ്രമുഖ ഘടകകക്ഷികൾ ഈ ബില്ലിനെ എതിർക്കുമ്പോൾ താടിക്ക് കൈയും കൊടുത്തിരിക്കാനേ മോദിക്ക് പറ്റൂ. TDP ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ നിതീഷ് കുമാറും, JDUവിന്റെ നേതാവായ നിതീഷ് കുമാറും ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ബിൽ പാസ്സാക്കാനാവില്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. JDUവും TDPയും ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഒറ്റപ്പെടുന്നത് BJPയാണ്. JDUവിന്റെയും TDPയുടെയും താങ്ങും തണലിലുമാണ്, അല്ലെങ്കിൽ അവർ താങ്ങുന്ന കസേരയാണ് മോദിയുടെ പ്രധാനമന്ത്രി കസേര. അത് മോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തത് സാമ്പത്തിക പാക്കേജ്. ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുത്തപ്പോൾ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന തമിഴ്നാടിനും തൃണമൂലിനും ഒക്കെ ഒന്നും കൊടുക്കാതെ അതിക്രൂരമായ രീതിയിൽ മോദി പെരുമാറി. TDPക്കും JDUവിനും ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു, പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം. TDPയുടെ ആന്ധ്രയ്ക്കും JDUവിന്റെ ബീഹാറിനും പ്രത്യേക സാമ്പത്തിക പാക്കേജ് കൊടുത്തു മോദി. BJPക്ക് അകത്ത് തന്നെ ഇതിനെതിരെ വലിയ വിവാദം ഉണ്ടായി. പക്ഷെ മോദിക്ക് അറിയാം, ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഏതറ്റം വരെ പോകുമെന്ന്. കൂടുതൽ കളിച്ചാൽ അവർ മന്ത്രിസഭ താഴെയിടും. അത് താങ്ങാനുള്ള കരുത്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് ഇപ്പോ BJPക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് മോദിയുടെ സ്വപ്നമായി അവശേഷിക്കും. നിർണായക ബില്ല് പാസാക്കാനാകാതെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് മോദി. TDPയും JDUവും തങ്ങളുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. കാരണം ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പ്രാദേശിക കക്ഷികളായ ഇവരെയാണ്. ഇവരെ വിഴുങ്ങുന്ന ബില്ലാണ്. എന്തായാലും TDPയും JDUവും ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു.